സ്നേഹമുള്ളവരെ, ഒക്ടോബർ മാസം മാതാവിന് വേണ്ടി പ്രത്യേകമായി പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ സാർവത്രിക സഭ ഒക്ടോബർ മാസം 7-ാം തീയതി ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. മാതാവിലൂടെ ഈശോയിലേക്ക് എത്തിച്ചേരാനും മാതാവ് എങ്ങനെ വചനത്തെ സ്വീകരിക്കുകയും ആ വചനത്തിന് വിധേയമായി തൻ്റെ ജീവിതം നയിച്ചുവോ അതിന് അനുസൃതമായി നാം ഓരോരുത്തരും നമ്മുടെ ജീവിതാന്തസ്സിലൂടെ വചനത്തിന് വിധേയമായ ഒരു ജീവിതം നയിക്കാനും അങ്ങനെ ഈശോയിലേക്ക് വളരുവാനും ഈ ഒക്ടോബർ മാസ ചിന്തകളും ജപമാല രാജ്ഞിയുടെ തിരുനാളും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ജപമാല വണക്കത്തിൻ്റെ നാൾ വഴിയിലേക്ക് കടക്കുന്നത് ഈ പ്രാർത്ഥന ഏറ്റവും ഭക്തിപൂർവം അർപ്പിക്കുവാൻ നമ്മളെ സഹായിക്കുന്നതാണ്. 13-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ബെനഡിക്റ്റാണ് ജപമാല ഭക്തി പ്രകടിപ്പിച്ചത് എന്നാണ് നാം വിശ്വസിക്കുന്നത്. അൽബിജൻസിയൻ പാഷണ്ഡതയെ ചെറുക്കുവാൻ വിശുദ്ധ ബെനഡിക്റ്റ് പറഞ്ഞത്, എൻ്റെ പ്രസംഗത്തേക്കാൾ കൂടുതൽ ജപമാല പ്രാർത്ഥനയിലൂടെയാണ് ഈ പാഷണ്ഡിതയെ ചെറുക്കുവാൻ സാധിക്കുമെന്നാണ്. അതിനനുസരിച്ചുള്ള പ്രാർത്ഥനകളും ജപമാലയുമൊക്കെ ആ കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനങ്ങളെ ഒരു പരിധിവരെ ചെറുക്കുവാൻ സഹായിച്ചിട്ടുണ്ട്. 1571 ഒക്ടോബർ മാസത്തിലെ ലെപാന്ത കടലിടുക്കിലെ യുദ്ധത്തിൽ ക്രിസ്ത്യാനികളും തുർക്കികളുമായ യുദ്ധസമയത്ത് പിയൂസ് 5-ാമൻ മാർപ്പാപ്പ യൂറോപ്പിലുണ്ടായിരുന്ന രാജാക്കന്മാരോടും ആളുകളോടും ആഹ്വാനം ചെയ്തു, ജപമാല പ്രാർത്ഥിക്കണമെന്നും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കണമെന്നും. കാരണം ക്രിസ്ത്യൻ പടയാളികൾ തുർക്കി പടയാളികളേക്കാൾ അംഗസംഖ്യയിൽ കുറവായിരുന്നു. മാനുഷികമായി ചിന്തിക്കുമ്പോൾ തോൽവി സാധ്യതയുള്ള ആ യുദ്ധത്തിൽ വിജയിക്കുക എളുപ്പമായിരുന്നില്ല. എന്നാൽ പിയൂസ് 5-ാമൻ മാർപ്പാപ്പായുടെ ആഹ്വാനപ്രകാരം അവരെല്ലാവരും മാതാവിനോട് പ്രാർത്ഥിച്ചു. ആ യുദ്ധത്തിൽ മാനുഷികമായി തോൽവി നേരിടാമായിരുന്ന സാഹചര്യത്തെ പ്രാർത്ഥന കൊണ്ട് വിജയത്തിലെത്തിക്കുവാൻ അവർക്ക് സാധിച്ചു. പിന്നീട് 13-ാം ഗ്രിഗറി മാർപ്പാപ്പ ഈ തിരുനാളിനെ ഒരു വലിയ ആഘോഷമായി കൊണ്ടാടണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. 13-ാം ലയോ മാർപ്പാപ്പ ഒക്ടോബർ മാസം ജപമാല രാജ്ഞിയുടെ തിരുനാളായി പ്രഖ്യാപിക്കുകയും ചെയ്തു. നമുക്കറിയാവുന്നതുപോലെ ലൂർദിലും ഫാത്തിമായിലുമൊക്കെ പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് അവിടെ മാതാവ് പറയുന്നത്, നിങ്ങൾ ദൈവവിശ്വാസവും ധാർമ്മിക ബോധവും സഹോദര സ്നേഹവും നിലനിർത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ജപമാല അർപ്പിക്കണമെന്നുമായിരുന്നു. പ്രത്യേകിച്ചും ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ദൈവവിശ്വാസവും ധാർമ്മിക ബോധവും സഹോദര സ്നേഹവും ആ കാലഘട്ടത്തിൽ മാത്രമല്ല ഈ കാലഘട്ടത്തിലും വളരെ പ്രസക്തമാണ്. ഈ ഒക്ടോബർ മാസത്തിലെ പ്രത്യേക പ്രാർത്ഥനകളിലും പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന സന്ദർഭത്തിലും നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് പര്യാലോചിക്കാം. നാം നമ്മുടെ വിശ്വാസത്തിൽ
എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? നമ്മുടെ വിശ്വാസവും യഥാർത്ഥത്തിലുള്ള നമ്മുടെ ജീവിതവും തമ്മിൽ ബന്ധമുണ്ടോ? വിശ്വാസവും ജീവിതവും തമ്മിൽ ബന്ധപ്പെടുത്തണമെന്നും ധാർമ്മിക ജീവിതത്തിൽ നമ്മൾ വളരണമെന്നും മറ്റുള്ളവരെ വളർത്തണമെന്നും സഹോദര സ്നേഹത്തിലൂടെ എന്നും എക്കാലവും മുന്നോട്ട് പോകണമെന്നും ഈ തിരുനാളുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ജപമാല ഭക്തി സഭയിൽ എല്ലാ പിതാക്കന്മാരും എല്ലാ വിശുദ്ധരും വളരെയേറെ പ്രാധാന്യം നൽകിയാണ് ഈ മാതാവിനോടുള്ള വണക്കത്തെ പരിപോഷിപ്പിച്ചിരുന്നത്. അവരുടെ എല്ലാ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു ജപമാല പ്രാർത്ഥന. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പരമ്പരാഗതമായി നമ്മൾ നടത്തിയിരുന്ന ജപമാല പ്രാർത്ഥനയിലൂടെയാണ് കുടുംബത്തിന് ആത്മീയമായ ഊർജം ലഭിച്ചിരുന്നത്. അങ്ങനെ മാതാവിനോടുള്ള ഭക്തി, മാതാവിനോടുള്ള വണക്കം എന്നും നമ്മുടെ സഭാ പാരമ്പര്യങ്ങളിൽ അതീവ പ്രാധാന്യത്തോടുകൂടി നമ്മൾ നടത്തിയിട്ടുള്ളതായിരുന്നു. മരിയ വണക്കം എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ സുവിശേഷ മൂല്യങ്ങളിലുള്ള പ്രാർത്ഥനയാണ്. സുവിശേഷത്തിലൂടെ ഈശോ മിശിഹായിൽ എത്തുന്ന പ്രാർത്ഥനയാണ് ജപമാല എന്ന് പറയുന്നത്. ജപമാലയിലെ ഓരോ രഹസ്യങ്ങളും മിശിഹ രഹസ്യത്തിലുള്ള ധ്യാനമാണ്, പ്രാർത്ഥനയാണ്. സന്തോഷത്തിൻ്റെ രഹസ്യമാണെങ്കിലും ദുഃഖത്തിൻ്റെ രഹസ്യമാണെങ്കിലും മഹിമയുടെ രഹസ്യമാണെങ്കിലും പ്രകാശത്തിൻ്റെ രഹസ്യമാണെങ്കിലും അതെല്ലാം മിശിഹ രഹസ്യങ്ങളിൽ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയാണ്. ഉദാഹരണത്തിന് സന്തോഷത്തിൻ്റെ രഹസ്യത്തിലേക്ക് വരാം. സന്തോഷ രഹസ്യത്തിൽ മംഗളവാർത്തയെക്കുറിച്ചും ഈശോ മിശിഹായുടെ ജനനത്തെക്കുറിച്ചും അവിടുന്ന് പരിശുദ്ധ അമ്മ എലീശുവായെ സന്ദർശിക്കുന്നതിനെക്കുറിച്ചും ദേവാലയത്തിൽ ഈശോയെ സമർപ്പിക്കുന്നതിനെക്കുറിച്ചും ഈശോയ്ക്ക് 12 വയസ്സായപ്പോൾ ദേവാലയത്തിൽ വന്ന വേദശാസ്ത്രികളുടെ മുന്നിൽ വച്ച് വചനം പ്രസംഗിക്കുന്ന കാര്യങ്ങളും എല്ലാം അടങ്ങുന്നതാണ്. ആ ഈശോ മിശിഹായുടെ ആദ്യകാല സംഭവങ്ങളെയാണ് പ്രാർത്ഥനാപൂർവം സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളിൽ നാം പ്രാർത്ഥിക്കുന്നത്. വീണ്ടും മഹിമയുടെ രഹസ്യങ്ങളിൽ നാം പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് അവിടുത്തെ സ്വർഗാരോഹണത്തെക്കുറിച്ചും പെന്തക്കുസ്തായെക്കുറിച്ചും മാതാവിൻ്റെ സ്വർഗാരോപണത്തെക്കുറിച്ചും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളിൽ ഗത്സമനിയിലുള്ള അവിടുത്തെ പ്രാർത്ഥന, അവിടുത്തെ കുരിശുമരണം, ഇതെല്ലാം ഈ ദുഃഖകരമായ രഹസ്യങ്ങളിലൂടെ നാം പ്രാർത്ഥിച്ച് മിശിഹ രഹസ്യങ്ങളിൽ പങ്കുചേരുകയാണ്. പ്രകാശത്തിൻ്റെ രഹസ്യത്തിൽ അവിടുത്തെ മാമോദീസ, അവിടുത്തെ സ്വർഗരാജ്യത്തെ സംബന്ധിക്കുന്ന ഉപമകളിലൂടെ പാപമോചനത്തിലൂടെ മാനസാന്തരത്തിൽ എത്തേണ്ടതിൻ്റെ ആവശ്യകത, അവിടുത്തെ രൂപാന്തരീകരണം, പാപമോചനം, വിശുദ്ധ കുർബാനയുമായി നമ്മൾ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ ഈ ചിന്തകളെല്ലാമാണ് ഈ രഹസ്യങ്ങളിലൂടെ നാം പ്രാർത്ഥിച്ച് അവിടുത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നത്. സത്യത്തിൽ ജപമാല പ്രാർത്ഥന എന്ന് പറയുന്നതും അവിടുത്തെ ഈ രഹസ്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മിശിഹായോടൊത്ത് നാം യാത്ര ചെയ്യുകയാണ്. ബൈബിളിലുള്ള അവിടുത്തെ പരസ്യജീവിതത്തിൻ്റെ ആദ്യ സംഭവങ്ങൾ മുതൽ അവിടുത്തെ ഉത്ഥാനം വരെയുള്ള സംഭവങ്ങളെ നമ്മൾ ധ്യാന വിഷയമാക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ ആത്മീയമായി വളർത്തുന്നു. മാതാവിലൂടെ ഈശോയിൽ എത്താനുള്ള പരിശ്രമമാണ് ജപമാല. മാതാവിലൂടെ
പ്രാർത്ഥനയിൽ ധ്യാനനിരതരായി നാം ഈശോയിൽ എത്തുന്നു. പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന വലിയ ഒരു ജീവിത മാതൃകയുണ്ട്. തന്നിലൂടെ പുത്രനായ മിശിഹ ജനിക്കാനായി പോകുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ആ വചനത്തെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. ഇതെല്ലാ ക്രിസ്ത്യാനികൾക്കും നൽകുന്ന ഒരു പാഠമാണ്. വിശ്വാസത്തിൻ്റെ അധ്യാപികയാണ് പരിശുദ്ധ അമ്മ. ആ പരിശുദ്ധ അമ്മ എന്ന വിശ്വാസത്തിൻ്റെ അധ്യാപിക വചനം കേട്ടപ്പോൾ വചനം സ്വീകരിക്കാനുള്ള സന്മനസ് കാണിച്ചു. അതുപോലെ നാം ഓരോരുത്തരും വചനത്തിന് അനുസൃതമായി വചനം ശ്രവിച്ച് വചനത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ജീവിക്കാനുള്ള പരിശ്രമം നടത്തുക. ഈ വചനത്തെ സ്വീകരിച്ച മറിയം എന്താണ് ചെയ്തത്? അമ്മ ഏലീശുവായുടെ അടുക്കിലേക്ക് തിടുക്കത്തിൽ പോയി എന്ന് നാം വായിക്കുന്നു. അപ്പോൾ ഈശോയും വഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ ചാർച്ചക്കാരിയായ അടുത്ത ബന്ധുവായ എലിസബത്തിൻ്റെ അടുക്കിലേക്ക് വളരെ വേഗത്തിൽ യാത്ര ചെയ്യുകയാണ്. വചനം സ്വീകരിക്കുന്ന എല്ലാവരും ഇതേപോലെ തീഷ്ണതയോടെ തിടുക്കത്തിൽ യാത്ര ചെയ്യേണ്ടവരാണ്. നമ്മുടെ ജീവിതത്തിൽ അടുത്തും അകലെയുമുള്ള ഏലീശ്മാരുണ്ടാവും. അങ്ങനെയുള്ള ആളുകളുടെ അടുക്കിലേക്ക് വചനവുമായി നാം സഞ്ചരിക്കണം. ഈ സഞ്ചാരമെന്ന് പറയുന്നത് നിരന്തരമായ ഒരു യാത്രയാണ്. ക്രൈസ്തവ ജീവിതം പോലും ഒരു തീർത്ഥാടനമാണല്ലോ. അതുകൊണ്ട് ഈ വചനവുമായി പരിശുദ്ധ അമ്മ വചനത്തെ വഹിച്ചുകൊണ്ട് യാത്ര ചെയ്തതുപോലെ നാം ഓരോരുത്തരും വചനവുമായി ചുറ്റി സഞ്ചരിക്കണം. വചനത്തെ സ്വീകരിക്കുക, വചനത്തിന് വിധേയമായി ജീവിക്കാൻ പരിശ്രമിക്കുക. ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും, അത് കാനായിലെ കല്യാണ വിരുന്നാണെങ്കിലും കാൽവലിയിലെ കുരിശിലാണെങ്കിലും എല്ലാ സന്ദർഭങ്ങളിലും പരിശുദ്ധ അമ്മ ഈശോയോട് ചേർന്ന് സന്തോഷ ദുഃഖങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളതായിട്ട് നമുക്കറിയാം. നമ്മുടെ ജീവിതവും സന്തോഷ ദുഃഖ സമ്മിശ്രമാണ്. ഈ വചനവുമായി യാത്ര ചെയ്യുമ്പോൾ, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ വചനവുമായി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിലും ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിലുമൊക്കെ ഈ വചനത്തോടൊത്ത് നാം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ അനേകം ആളുകളെ വേദനകളിലൂടെ മാനസികമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളെ കണ്ടുമുട്ടുമ്പോൾ വചനം കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. അനേകം യുവതീ യുവാക്കൾ, ഈശോയെ അറിയാത്ത ആളുകൾ, ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർ, വിശ്വാസത്തിൻ്റെ പ്രതിസന്ധികളുള്ള ആളുകൾ, അവരുടെ അടുക്കിലേക്ക് പരിശുദ്ധ അമ്മയെപ്പോലെ വചനവുമായി നാം സഞ്ചരിക്കണം. കുടുംബത്തിലെ മാതാപിതാക്കൾ എന്നും എപ്പോഴും തങ്ങളുടെ ക്രിസ്തീയ ജീവിത കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് ഈ വചനത്തെ തങ്ങളുടെ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. വചനമനുസരിച്ച് ജീവിക്കുവാൻ അവർക്ക് പരിശീലനം കൊടുക്കണം, അവരെ പഠിപ്പിക്കണം. നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ചും സന്ധ്യാപ്രാർത്ഥനകളിൽ മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ജപമാലയുടെ അർത്ഥം, അതിൻ്റെ പ്രസക്തി നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കണം, പരിചയപ്പെടുത്തി കൊടുക്കണം. ഞാൻ സൂചിപ്പിച്ചല്ലോ, പരിശുദ്ധ അമ്മ വിശ്വാസത്തിൻ്റെ ഒരു അധ്യാപികയാണ്. എങ്ങനെയാണ് നാം വിശ്വസിക്കേണ്ടത് എന്നും എങ്ങനെയാണ് വിശ്വാസി ജീവിക്കേണ്ടത് എന്നും പരിശുദ്ധ അമ്മ നമുക്ക് വലിയ ഒരു മാതൃക നമുക്ക് നൽകുകയാണ്. അത് സ്വീകരിച്ചുകൊണ്ട് നാം ഈ ഒക്ടോബർ മാസത്തിലെ എല്ലാ ദിവസവും ഭക്തിപൂർവം ജപമാല അർപ്പിക്കുവാനായി നമുക്ക് ശ്രമിക്കാം. ഈ പ്രാർത്ഥനയിലൂടെ, അതിൻ്റെ ചൈതന്യത്തിലൂടെ പോകുമ്പോൾ ഓരോ രഹസ്യത്തിൻ്റെയും ബൈബിൾ അധിഷ്ഠിതമായ ആ ചിന്തകൾ
നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. നമ്മൾ ഒരിക്കലും മറിയത്തിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നില്ല. നമ്മൾ മറിയത്തോട് പ്രാർത്ഥിച്ച് മറിയത്തിലൂടെ യേശുവിലെത്തുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന പൂർത്തിയാവുന്നത്. മറിയത്തിലൂടെ യേശുവിലെത്തുന്ന പ്രാർത്ഥനയാണ് നമ്മുടേത്. ഈ ജപമാല പ്രാർത്ഥനയും ബൈബിൾ അധിഷ്ഠിതമായ ദൈവിക രഹസ്യങ്ങളെ മനസ്സിലാക്കുന്ന അവിടുത്തോടു കൂടിയുള്ള ഒരു പ്രാർത്ഥനാ യാത്രയാണ് ജപമാല പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇത് കുടുംബത്തെ ബലപ്പെടുത്തുന്നതാണ്. നമ്മുടെ എല്ലാ കുടുംബങ്ങളും പരമ്പരാഗതമായി ജപമാല പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളാണ്. ഇന്നും അനേക കുടുംബങ്ങൾ മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുണ്ട്. ശാലോം TV-യിലൂടെ ലഭ്യമാകുന്ന ജപമാല പ്രാർത്ഥനകൾ എത്രയോ പ്രായം ചെന്ന മാതാപിതാക്കളാണ് വളരെ താൽപ്പര്യപൂർവ്വം പങ്കുചേർന്നുകൊണ്ട് തങ്ങളുടെ വാർദ്ധക്യത്തിലും തങ്ങൾ പരിചയിച്ച ഈ പ്രാർത്ഥനകളെ സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നത്. അവർ ഇന്നും തുടർന്നു കൊണ്ടുപോകുന്നത്. കുടുംബത്തെ നിലനിർത്തുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. മാതാപിതാക്കളെ നിലനിർത്തുന്ന പ്രാർത്ഥനയാണ്, ജീവിത പങ്കാളികളെ നിലനിർത്തുന്ന പ്രാർത്ഥനയാണ് ജപമാല. മക്കളെയും മാതാപിതാക്കളെയും വല്യപ്പച്ചനെയും വല്യമ്മച്ചയെയും ഒരുമിച്ച് ചേർത്തു നിർത്തുന്ന പ്രാർത്ഥനയാണ് ജപമാല. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബമാണല്ലോ നിലനിൽക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളൊക്കെ നിലനിർത്താനും നമ്മുടെ കുടുംബത്തിൻ്റെ വിശുദ്ധി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും ജപമാല പ്രാർത്ഥന ഏറ്റവും സഹായകരമാണ്. അതുകൊണ്ട് മാറിവരുന്ന സാഹചര്യങ്ങളിലാണെങ്കിലും ആധുനിക കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾക്കിടയിലാണെങ്കിലും കൊച്ചുകുട്ടികൾക്കും യുവതീവാക്കന്മാർക്കും പ്രായം ചെന്ന മാതാപിതാക്കൾക്കുമൊക്കെ തങ്ങളുടെ ജീവിത തിരക്കുകൾക്കിടയിലും ജപമാല പ്രാർത്ഥന പ്രാർത്ഥിച്ച് അമ്മ എങ്ങനെ വിശ്വസിക്കുകയും അമ്മ എങ്ങനെ ജീവിക്കുകയും ചെയ്തുവോ ആ മിശിഹായോട് അടുത്തു വരുവാനുള്ള ഒരു പ്രാർത്ഥനയിൽ നാം സജീവമായി പങ്കെടുക്കുന്നത് നമ്മളെ ആത്മീയമായി നമ്മളെ വളർത്തുന്നതാണ്. അതുകൊണ്ട് കുടുംബത്തെ നിലനിർത്തുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. അതൊരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താൻ, അതിൻ്റെ ചൈതന്യം നഷ്ടപ്പെടുത്താൻ നമുക്ക് ഈ മാറി വരുന്ന കാലഘട്ടത്തിലും സാഹചര്യത്തിലും നമ്മൾ കുറേ കൂടി ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് TV സീരിയലുകളും അതുപോലെയുള്ള ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുടെ ആധിപത്യം കൊണ്ട് ചില സന്ദർഭങ്ങളെങ്കിലും പ്രാർത്ഥനയുടെ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. പക്ഷേ അവിടെയും നമുക്ക് സമയം കണ്ടെത്തി കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കും. ഓരോ കുടുംബത്തിലും നമ്മളൊക്കെ പരിചയിച്ചതും പരിശീലിച്ചതുമായത് ജപമാല പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും ഒന്നു ചേർന്ന് മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് സ്തുതി ചൊല്ലിയായിരുന്നു ജപമാല പ്രാർത്ഥന അവസാനിപ്പിച്ചിരുന്നത്. എത്രയോ അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം നടത്തുന്ന ആ സ്തുതി ഇന്നും തുടരേണ്ടതാണ്. കാരണം അതിൽ ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ എന്നാണല്ലോ നാം പറയുന്നത്. ദൈവത്തിന് സ്തുതി പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളെ ആദരിച്ചും ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് സമർപ്പിക്കുന്നു. നമ്മുടെ ആദരവ് നമ്മൾ നമ്മുടെ മാതാപിതാക്കളോടും മുതിർന്നവരോടും കാണിക്കുന്ന ആ ചടങ്ങ് അത് നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പുതിയ തലമുറയ്ക്ക് ഈ ബന്ധങ്ങൾ നിലനിർത്താനും ഭക്തി വർദ്ധിപ്പിക്കുവാനും വിശ്വാസം വർദ്ധിപ്പിക്കുവാനും വളരെയേറെ സഹായകരമായിരിക്കും. ഒക്ടോബർ മാസത്തിലെ ഈ ദിവസങ്ങൾ മുഴുവനും സാധാരണ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാതെ ഒരല്പം കൂടി ഈ സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണെന്നും മഹിമയുടെ രഹസ്യം എന്താണെന്നും ദുഃഖത്തിൻ്റെ രഹസ്യം എന്താണെന്നും പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളുടെ അർത്ഥം എന്താണെന്നും കുറേ കൂടി മനസ്സിലാക്കി
അതിനെക്കുറിച്ച് ഒരല്പം കൂടി പഠിച്ച് വായിച്ച് ആ രഹസ്യങ്ങളിലുള്ള ദൈവവചനങ്ങളെ കുറച്ചുകൂടി ഓർമ്മിച്ചെടുത്ത് ആ തിരുവചന ഭാഗങ്ങളൊക്കെ വായിച്ച് അങ്ങനെ പ്രായോഗികമായി നമ്മുടെ ഈ ജപമാല പ്രാർത്ഥനയെ നമുക്ക് ആകർഷകമാക്കാം. ഉദാഹരണമായി നമ്മുടെ ആദ്യത്തെ രഹസ്യങ്ങളെക്കുറിച്ച്, സന്തോഷകരമായ രഹസ്യങ്ങളെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിവസം അവിടുത്തെ മംഗളവാർത്തയെക്കുറിച്ചും അവിടുത്തെ മാമോദിസായെക്കുറിച്ചും അവിടുത്തെ ശൈശവകാലത്തെക്കുറിച്ചുമുള്ള വേദപുസ്തക ഭാഗം അതിനു മുൻപേ വായിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി ജപമാല നാം അർപ്പിക്കുമ്പോൾ അത് കുറച്ചുകൂടി അർത്ഥപൂർണമാകും. ആത്മീയമായി അതിൻ്റെ അർത്ഥം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. നമ്മുടെ കുട്ടികൾക്ക് അത് ആസ്വാദ്യകരമായിരിക്കും. നമ്മുടെ യുവജനങ്ങളെ ആ രീതിയിൽ പരിശീലിപ്പിക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഈ ജപമാല പ്രാർത്ഥനയിലേക്ക് കൂടുതൽ ഇറങ്ങി വരാൻ അവരെ സഹായിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ്, നമ്മൾ എവിടെ യാത്ര ചെയ്യുമ്പോഴും നമ്മൾ എവിടെ ആയിരുന്നാലും നമ്മുടെ കയ്യിൽ ഒരു ജപമാലയും ഒരു ബൈബിളും ഉണ്ടായിരിക്കുക. നമുക്ക് യാത്രയ്ക്കിടയിൽ പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മൾ മറ്റൊരു സ്ഥലത്തായിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് നമ്മുടെ കൈവശമുള്ള രണ്ട് പ്രധാന ആയുധങ്ങളായി മാറണം ജപമാലയും ബൈബിളും. അത് പ്രിയമുള്ള യുവതീവാക്കന്മാരെ, പ്രിയമുള്ള മാതാപിതാക്കളെ, കൊച്ചുകുട്ടികളെ, നമ്മുടെ ഈ രണ്ട് ആയുധങ്ങൾ തിരുവചനവും ജപമാലയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിലേക്ക് അടുത്തു വരാം. ദൈവസ്നേഹമുള്ളവരായി നമുക്ക് മാറാം. ധാർമ്മിക ബോധമുള്ളവരായി തീരാം. അങ്ങനെ സ്നേഹത്തിലും ദൈവത്തോടുള്ള വിശ്വാസത്തിൻ്റെ അടുപ്പത്തിലും നമുക്ക് ഈ ഒക്ടോബർ മാസത്തെ സജീവമാക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും മാതൃകയും നമുക്ക് എന്നും പ്രചോദനകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ തിരുവുദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.